എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. തുടരെയായിട്ടുള്ള വീഡിയോ ഉണ്ടാവാതിരുന്നത് കലോത്സവത്തിന്റെ തിരക്കുകളും മൂലമാണ്. കലോത്സവത്തിന്റെ വീഡിയോ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് കലോത്സവത്തിന് നല്ല തിരക്കുകൊണ്ടാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലാ മത്സരത്തോടു കൂടി നമ്മുടെ കലോത്സവത്തിന്റെ തിരക്കുകൾ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സംസ്ഥാനതല മത്സരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലും അതിന്റെ പ്രാക്ടീസിങ്ങിലും മറ്റു കാര്യത്തിലും ഒക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുന്നത് തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ വിശേഷമാണ്. നമുക്ക് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഏകദേശം 7 വിദ്യാർത്ഥികളാണ് തിരുവനന്തപുരം ജില്ലയിൽ UP മുതൽ ഹയർ സെക്കൻഡറി വരെ മത്സരിച്ചത്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരം ജില്ലാ മത്സരത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. വീടിന്റെ ഏറ്റവും അടുത്ത് കിടന്ന ഒരു ജില്ലാ കലോത്സവം എന്ന ഏറ്റവും വലിയ പ്രത്യേകത കൂടി ഈ മത്സരത്തിനുണ്ട്. ഏകദേശം 8 കിലോമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ മത്സരം നടന്ന ആറ്റിങ്ങൽ ഡയറ്റ് സ്കൂളിലേക്ക് പോകാനായിട്ട്. അങ്ങനെ സ്കൂളിലെത്തി നമ്മൾ ഗ്രീൻ റൂമിലെത്തി നമ്മുടെ 2 സെറ്റ് കച്ചയും തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. 7 വിദ്യാർത്ഥികൾ ഉള്ളതുകൊണ്ട് തന്നെ 2 സെറ്റ് കച്ചയെങ്കിലും നമുക്ക് വേണം. കാരണം വിദ്യാർത്ഥികളുടെ വലിപ്പവും ഒക്കെ അനുസരിച്ച് നീളവും പൊക്കവും ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ കച്ച ഇടുന്നത്. അപ്പോൾ 2 സെറ്റെങ്കിലും വേണം. അങ്ങനെ നമ്മുടെ വേഷവിധാനങ്ങളെല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ്. നമുക്ക് 7 പേരുള്ളതുകൊണ്ട് മാറ്റി മാറ്റി കെട്ടാനുള്ള ഒരു സമയം നമുക്ക് പെട്ടെന്ന് വേണം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. UP വിഭാഗം പെൺകുട്ടികളെ 2 UP വിഭാഗം പെൺകുട്ടികളാണ് നമുക്കുണ്ടായിരുന്നത്. അവരെ 2 പേരെയും ആദ്യമേ തന്നെ മേക്കപ്പ് ചെയ്തിരുത്തി. കാരണം UP അത് കഴിഞ്ഞ് ഹൈസ്കൂൾ ബോയ്, ഹൈസ്കൂൾ ഗേള്, ഹയർ സെക്കൻഡറി ബോയ്, ഹയർ സെക്കൻഡറി ഗേള് എന്നിങ്ങനെയാണ് മത്സരത്തിൻ്റെ ക്രമം ഉണ്ടായിരുന്നത്. ഏകദേശം 3 മണിയോട് കൂടി തുടങ്ങുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന മത്സരം തുടങ്ങിയത് 4 മണിക്ക് ശേഷമാണ്. തുടക്ക ദിവസമായതുകൊണ്ട് തന്നെ സമയക്രമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇത്രയും ഏറെ വൈകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. നല്ല ചൂട് സമയമായിരുന്നു. അത് കുഞ്ഞുങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി. കാരണം UP കുട്ടികളെന്ന് പറയുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാണ്. അവർക്ക് ഈ വേഷം കെട്ടിയിട്ട് ഒരുപാട് നേരം ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഇതുമായി ബന്ധപ്പെട്ട സംഘാടകർ ഇനിയെങ്കിലും മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റു മത്സരവേദികളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രധാന പ്രശ്നം പലക കൊണ്ടുള്ള സ്റ്റേജാണ് തുള്ളൽ പോലുള്ള അല്ലെങ്കിൽ ഡാൻസ് പോലുള്ള ഇനങ്ങൾക്ക് നൽകുന്നത്. മറിച്ച് പദ്യപാരായണം അല്ലെങ്കിൽ ലളിതഗാന മത്സരത്തിനൊക്കെ പെർമനൻറ്റ് സ്റ്റേജും തുള്ളൽ പോലുള്ള മത്സരം ചവിട്ടി കളിക്കുന്ന മത്സരങ്ങൾക്കൊക്കെ പലക കൊണ്ട് നിർമ്മിച്ച സ്റ്റേജും അത് കുട്ടികൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ സമയമൊക്കെ സംഘാടകരായിട്ടുള്ളവർ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് അറിയാം. എങ്കിൽ തന്നെയും ഏതെങ്കിലും തരത്തിൽ എത്രയും പെട്ടെന്ന് നടത്തി തീർക്കാൻ പറ്റുമെങ്കിൽ അതുതന്നെയായിരിക്കും വിദ്യാർത്ഥികളോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നല്ലൊരു പ്രവൃത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ 2 പേരെയും മേക്കപ്പ് ചെയ്ത് UP വിഭാഗത്തിലുള്ളവരെ. അതിനുശേഷം ഹൈസ്കൂൾ ഗേളാണ് ഇപ്പോൾ മേക്കപ്പ് ചെയ്യുന്നത്. ഹൈസ്കൂൾ ഗേളായ തീർത്തേ മേക്കപ്പ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഉള്ള ഒരു ആൺതരി. ഇത് നെടുമങ്ങാട് സബ് ജില്ലയിൽ നിന്നും മത്സരിച്ച് വന്നിട്ടുള്ള ദൈവിക് L ബിജു ആണ്. ദൈവിക് ഒരു ഡാൻസർ കൂടിയാണ്. ചെറുതിലേ മുതൽ ഡാൻസ് പഠിക്കുന്നുണ്ട്. ധാരാളം ഡാൻസിൻ്റെ മത്സര ഇനങ്ങളിൽ മോൻ പങ്കെടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് തുള്ളൽ മത്സരിച്ച് തുള്ളലിലേക്ക് എത്തിപ്പെട്ടത്. മേക്കപ്പ് കഴിഞ്ഞവർ അവരവരുടെ അതേ കഥ കളിക്കുന്ന മറ്റാളുകളുടെ അടുത്ത് പോയിരുന്ന് പാടുക, പറയുക, മുദ്ര കാണിക്കുക എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള വിശേഷണങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ മത്സരം തുടങ്ങിയതിൻ്റെ ശബ്ദം കേട്ട് ഓടിയതാണ് കണ്ടത്. അതിനിടയ്ക്ക് മത്സരം തുടങ്ങിയപ്പോൾ ഈ പേടിയും അങ്കലാപ്പും ടെൻഷനും ഒക്കെ ഇവിടെ പലതരത്തിലും മിന്നിമറയുന്നതായിട്ട് നമുക്ക് പലരുടെയും മുഖത്ത് കാണാൻ പറ്റും. ഏതൊരു മത്സരയിനമാണെങ്കിലും വിദ്യാർത്ഥികൾ ആരും ഒരു തരത്തിലും ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളതെല്ലാം പോകും എന്ന് ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ മത്സരാർത്ഥികളായുള്ള വിദ്യാർത്ഥികളോടെല്ലാം പറയാറുള്ളതാണ്. അപ്പോൾ പുറംതിരിഞ്ഞ് നിന്നൊക്കെ വൈഷ്ണവിയൊക്കെ കളിച്ച് നോക്കുന്നതാണ് ഈ കാണുന്നത്. പേടി കൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്. എപ്പോഴും നടന്നു പോകുമ്പോഴൊക്കെ മുദ്ര കാണിച്ചുകൊണ്ടാണ് പലരും നടന്നു പോകുന്നത് പോലും. അങ്ങനെ നമ്മുടെ UP വിഭാഗം മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അതിൽ 3ാമത് പെർഫോം ചെയ്യാനായിട്ട് നമ്മുടെ വിദ്യാർത്ഥിയായിട്ടുള്ള സൗരഭ്യയാണ് ലോട്ടെടുത്ത് വന്നത്. അപ്പം സൗരഭ്യ വേഷമെല്ലാം കെട്ടിച്ചു. ഇനി ഈ 3ാം നിലയുടെ മുകളിൽ നിന്നും താഴെ എത്തിയിട്ടാണ് നമ്മൾ കിരീടം വെച്ച് കൊടുക്കുന്നത്. ഏതാണ്ട് സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് കിരീടം വെച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ അതെല്ലാം വെച്ച് മുകളിൽ നിന്ന് ഇറങ്ങി വരിക, തിരിച്ച് കയറി പോകുന്നൊക്കെ പറഞ്ഞ് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ സൗരഭ്യ എല്ലാവർക്കും ദക്ഷിണയൊക്കെ വെച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് സ്റ്റേജിലേക്ക് കയറി നല്ല രീതിയിൽ പെർഫോം ചെയ്തു. പിന്നെ മത്സരമായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ ന്യൂനതകൾ ഉണ്ടായിരുന്നു. സൗരഭ്യക്ക് എന്തായാലും A ഗ്രേഡാണ് ലഭിച്ചത്. വലിയ സന്തോഷമുണ്ടായി. കാരണം ഏകദേശം വെക്കേഷൻ സമയം മുതൽ പോത്തങ്കോട് പ്രവർത്തിക്കുന്ന ശിവഭദ്ര നൃത്ത വിദ്യാലയത്തിൽ എൻ്റെ അടുത്ത് തുള്ളൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് സൗരഭ്യ. അങ്ങനെ UP വിഭാഗത്തിലെ മത്സരത്തിൽ ഏകദേശം 7 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. എല്ലാം ഒന്നിനൊന്നിനും മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളുടെ പിന്നണിയിൽ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് മൃദംഗം കലാമണ്ഡലം ആദർശ്, ഇടയ്ക്ക കലാമണ്ഡലം ആദിത്യനാണ്. ഇവർ 2 പേരും നല്ല സപ്പോർട്ടായിരുന്നു നമുക്ക്. നമ്മുടെ വിദ്യാർത്ഥികളുടെ പാട്ടിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു പെർഫോമൻസിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് പിന്നണി കലാകാരന്മാർ നമ്മളോടൊപ്പം പ്രവർത്തിച്ചത്. അപ്പോൾ മത്സരമായതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ന്യൂനതകൾ പിള്ളേരുടെ ഇതിലുണ്ടാകും. അപ്പോൾ അത് കണ്ടറിഞ്ഞ് വായിക്കുക എന്നുള്ളത് ഒരു പിന്നണി കലാകാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഘടകമാണ്.
അങ്ങനെ രണ്ടാമത് നമുക്ക് UP വിഭാഗം മത്സരത്തിൽ നമ്മുടെ വിദ്യാർത്ഥിയായിട്ടുള്ള സൂര്യതേജയാണ് മത്സരിക്കാൻ പോയത്. സൂര്യതേജ 4ാമത്തെ ലോട്ടാണ് എടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അഴിച്ചു കെട്ടാനുള്ള സമയമൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനെ സൂര്യതേജ മേക്കപ്പൊക്കെ ചെയ്ത് ചിലങ്കയും പാവാടയൊക്കെ കെട്ടി വേഷമൊക്കെ കെട്ടി റെഡിയായിരിക്കുകയാണ്. ഇനി താഴെ ചെന്നിട്ട് മാത്രമാണ് കിരീടം വയ്ക്കുന്നത്. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഈ 3ാം നിലയിലേക്കുള്ള കയറ്റവും ഇറക്കം തന്നെയാണ്. വിദ്യാർത്ഥികൾക്കായാലും വിഷം കെട്ടിയിട്ടും തിരിച്ച് അവിടുന്ന് അഴിച്ചു പോരാൻ പറ്റില്ല, വിഷം വെളി വന്ന് അഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പരമാവധി വേദിക്കടുത്ത് ഗ്രീൻ റൂം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഒരു ബുദ്ധിമുട്ട്, കുട്ടി ഇറങ്ങുന്നത് തന്നെ വളരെ പാടുപെട്ടാണ്. അപ്പോൾ കച്ച ഉടയാതെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ഇറങ്ങുന്നത്. അങ്ങനെ കിരീടമൊക്കെ വെച്ച് മുറുക്കി. നമ്മുടെ മത്സരമായതുകൊണ്ട് തന്നെ നമ്മുടെ ദേഹത്ത് വെച്ച് കെട്ടുന്ന വേഷവിധാനത്തിലും തലയിലുള്ള കിരീടമൊക്കെ താഴെ അഴിഞ്ഞു വീഴാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുറുക്കുന്ന കണ്ടു കഴിയുമ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വിചാരിക്കും ഭയങ്കര ഓവറായിട്ട് ആ കുട്ടിക്ക് അത് ടൈറ്റായിട്ടുണ്ടെന്നെങ്കിൽ ഒരിക്കലുമില്ല. അത് വിദ്യാർത്ഥികളുടെ അവരുടെ മുറുക്കം ചോദിച്ചിട്ടാണ് നമ്മൾ മുറുക്കുന്നത്. മതിയോ അല്ലെങ്കിൽ ഇനി കൂട്ടണോ എന്ന് ചോദിച്ചിട്ട് മാത്രമാണ് നമ്മൾ മുറുക്കുന്നത്. ഒരിക്കലും ഒന്നും അഴിഞ്ഞു വീഴാൻ പാടില്ല. അങ്ങനെ സൂര്യയുടെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു, നല്ല രീതിയിൽ പെർഫോം ചെയ്തു. 7 വിദ്യാർത്ഥികളിൽ സൂര്യതേജയ്ക്ക് 2ാം സ്ഥാനവും മേഖലയിൽ ലഭിച്ചു. അതൊരു വലിയ സന്തോഷം ഉണ്ടായി. കാരണം കഴിഞ്ഞ വർഷം മത്സരിച്ചിരുന്നു എന്നുണ്ടെങ്കിലും സൂര്യതേജ മത്സരിച്ചത് ചിട്ടയായ തുള്ളൽ പഠനത്തിലൂടെ അല്ലായിരുന്നു. ഇക്കൊല്ലം തൊട്ടാണ് എൻ്റെ അടുത്ത് തുള്ളൽ പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെ പഠിച്ച് 2ാം സ്ഥാനം ലഭിച്ചു. അതിനുശേഷം ഹൈസ്കൂൾ വിഭാഗം ബോയിയുടെ മത്സരമായിരുന്നു. അപ്പം നമ്മുടെ വിദ്യാർത്ഥിയായിട്ടുള്ള ദൈവിക്ക് മത്സരവേദിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ വേദിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ വേദിയുടെ മുൻപിലൂടെ മാത്രമേ വിദ്യാർത്ഥികൾ കയറാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. സൈഡിൽ കൂടെ പുറകെ കൂടെ ഒന്നും കയറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കർട്ടൻ പൊക്കി മുകളിൽ കയറണമായിരുന്നു. അങ്ങനെ 3 ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികൾ മത്സരിച്ചതിൽ ദൈവിക്കിന് 1ാം സ്ഥാനം മേഖലയിൽ ലഭിച്ചു. ആദ്യമായിട്ട് സംസ്ഥാനതല മത്സരത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു വലിയ സന്തോഷം മോൻ്റെ മുഖത്തുണ്ടായിരുന്നു. നിരവധി തവണയായിട്ട് ഡാൻസും മറ്റ് കലാരൂപങ്ങളും ഒക്കെ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ തുള്ളൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. അതിൽ 1ാം സ്ഥാനം ലഭിക്കുകയും സ്റ്റേറ്റിലേക്ക് പോകാനുള്ളൊരു അനുമതി ലഭിക്കുകയും ചെയ്തതിൽ വലിയ സന്തോഷം ദൈവിക്കിനും അതുപോലെ തന്നെ ദൈവിക്കിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മത്സരം വൈകും തോറും കാണികളുടെ ഊർജ്ജം കുറയുന്നു, കാണികളുടെ എണ്ണം കുറയുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ വിദ്യാർത്ഥികളായിട്ടുള്ളവരുടെ മുഖത്തും ഒരു ക്ഷീണം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മത്സരത്തിൽ 1ഉം 2ഉം ലോട്ടെടുത്ത് വന്നത് നമ്മുടെ 2 വിദ്യാർത്ഥികളാണ്. ആദ്യം കളിക്കുന്നത് ചിരഞ്ജന എന്ന വിദ്യാർത്ഥിയാണ്. രണ്ടാമത് വൈഷ്ണവിയാണ് ലോട്ടെടുത്തുകൊണ്ട് വന്നത്. പെട്ടെന്ന് തന്നെ അഴിച്ചു കെട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് നമ്മൾ അതിനുവേണ്ടി കളഞ്ഞു. നമ്മൾ കാരണം 5 മിനിറ്റ് സംഘാടകർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ കാണികളുടെ എണ്ണവും ഒക്കെ കുറഞ്ഞു വന്നു. അങ്ങനെ രണ്ടാമതായിട്ട് നമ്മുടെ വൈഷ്ണവി മത്സരിക്കാൻ കയറി. ഏകദേശം 6 വിദ്യാർത്ഥികളോളം ഉണ്ടായിരുന്നു ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികൾ മത്സരിക്കാൻ. അതിൽ വൈഷ്ണവി കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നല്ല രീതിയിലുള്ള മത്സരം കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെ വൈഷ്ണവിക്ക് 1ാം സ്ഥാനം മേഖലയിലും സംസ്ഥാന തലത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു അനുമതി ലഭിച്ചിട്ടുണ്ട്. വൈഷ്ണവിയും വളരെ സന്തോഷത്തിലാണ്. കാരണം ഇത്തവണ ഫസ്റ്റ് കിട്ടുന്ന ഒട്ടും പ്രതീക്ഷിച്ചല്ല വന്നത്. പക്ഷെ എന്നിരുന്നാലും വൈഷ്ണവിക്കും ഫസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് മത്സരിക്കാനായിട്ടുണ്ടായിരുന്ന അവസാനത്തെ ആൾ തീർത്ഥയാണ്. തീർത്ഥയും മത്സരിച്ചു. തീർത്ഥയ്ക്ക് A ഗ്രേഡ് ഉണ്ട്. ഏറ്റവും അവസാനം കീർത്തന എന്ന നമ്മുടെ വിദ്യാർത്ഥിയാണ്. ഹയർ സെക്കൻഡറി ഗേളാണ്. കീർത്തന +2ലാണ് പഠിക്കുന്നത്. കീർത്തന ശിവഭദ്ര നൃത്തവിദ്യാലയത്തിലെ പ്രീത ടീച്ചറിൻ്റെ, ഡാൻസ് ടീച്ചറായിട്ടുള്ള പ്രീത ടീച്ചറിൻ്റെ മകളാണ്. ഒരുപാട് നൃത്തവേദികളിൽ മോൾ മത്സരിക്കാൻ കയറിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് തുള്ളലിൽ കയറുന്നത്. തുള്ളലിൽ കയറി എന്തായാലും മോൾക്ക് വലിയ സന്തോഷമുണ്ടായിരുന്നു മത്സരിക്കാൻ കയറുന്നതിൻ്റെ. നല്ല രീതിയിൽ പഠിച്ചെടുത്തു. അപ്പോൾ എന്തായാലും ആ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലം ഈ മത്സരത്തിലൂടെ കിട്ടിയിരിക്കുകയാണ്. കീർത്തനയ്ക്കും സംസ്ഥാന തലത്തിലേക്ക് പോകാനായിട്ടുള്ള അനുമതി കിട്ടി. 1ാം സ്ഥാനവും മേഖലയിലും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കീർത്തന എടുത്തത് 4ാമത്തെ ലോട്ടാണ്. ഏകദേശം 6 പേര് ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 4ാമത്തെ ലോട്ടാണ് എടുത്തത്. അപ്പം വേഷം കെട്ടി കാത്തിരിക്കുകയാണ് കയറാനായിട്ട്. അങ്ങനെ കീർത്തനയുടെ ഊഴമെത്തി നല്ല രീതിയിൽ പെർഫോം ചെയ്തു. കീർത്തനയ്ക്ക് ഫസ്റ്റ് കിട്ടി. അപ്പോൾ ഏകദേശം ആ സമയം 10 മണി 10:30 ആയിട്ടുണ്ടായിരുന്നു ഈ മത്സരം കഴിഞ്ഞപ്പോൾ. അത്രയും സമയം വൈകി. എന്തായാലും അങ്ങനെ ഒരു വലിയ സന്തോഷത്തോടു കൂടി തിരുവനന്തപുരം ജില്ലയും അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 3 വിദ്യാർത്ഥികളാണ് നമ്മുടെ ശിഷ്യരായിട്ടുള്ളവർ സംസ്ഥാനതല മത്സരത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ് അടുത്ത ഒരു ജില്ലാ മത്സരത്തിന്. അപ്പോൾ വീണ്ടും സംസ്ഥാനതല കലോത്സവത്തിന് വിശേഷമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.